ടബുണ്ടെങ്കിൽ നമുക്ക് വീട്ടുമുറ്റത്ത് താമര വളർത്താവുന്നതാണ്. ആദ്യമേ തന്നെ ടബിൽ കുറച്ച് ചാണകപ്പൊടിയോ നമ്മുടെ കയ്യിൽ എന്ത് വളമാണുള്ളത് അതും മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഒരു അരഭാഗം വരെ, ഏകദേശം ടബിൻ്റെ അരഭാഗം വരെ പോട്ടിംഗ് മിക്സ് ഇടുക. ഉണങ്ങിയ ചവറോ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സാധാരണ താമര ചെളിയിലാണ് വളരാറ്. ചെളിയില്ല, നമുക്ക് കിട്ടാൻ ചെളിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള മണ്ണ് തന്നെ എടുത്താൽ മതി. ഒരുപാട് കല്ലും കട്ടയുമുള്ള മണ്ണ് ഒഴിവാക്കുക. കല്ലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറക്കി മാറ്റിയാൽ മതി. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച ഒരു മഞ്ഞ താമരയുടെ ട്യൂബറാണ്. അത് ഞാൻ നട്ട് കാണിക്കാം. നമ്മൾ താമര വയ്ക്കാനുള്ളൊരു സൈഡിലേക്ക് മണ്ണ് കുറച്ച് മാറ്റുക. അതിനുശേഷം താമരയുടെ ട്യൂബർ മുഴുവനായിട്ടും മണ്ണിൻ്റെ അടിയിൽ പോകാവുന്ന രീതിയിൽ മണ്ണിട്ട് കൊടുക്കുക. ഇലകളൊന്നും മണ്ണിൻ്റെ അടിയിലേക്ക് പോകരുത്. ട്യൂബർ മാത്രം മണ്ണിൻ്റെ അടിയിൽ പോകാവുന്ന രീതിയിൽ മണ്ണിട്ട് കൊടുക്കേണ്ടതാണ്. ഇനി ഈ ടബിൽ ഏകദേശം ഈ ഇലയുടെ താഴെ വരെ വെള്ളം നിൽക്കാവുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം കലങ്ങാതിരിക്കാൻ ഒരു കഷ്ണം പ്ലാസ്റ്റിക് കവറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് പൈപ്പ് വെച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ വെള്ളം അധികം കലങ്ങാതെ നമുക്ക് വെള്ളം ഒഴിക്കാനായിട്ട് സാധിക്കും. ഇലകൾ നന്നായി വിരിഞ്ഞതിന് ശേഷം മാത്രം ടബിൽ മുഴുവൻ നിറയെ ഏകദേശം ഇവിടെ വരെ വെള്ളം ഒഴിക്കുക. ഇലകൾ വെള്ളത്തിൻ്റെ മുകളിലേക്കാണ് വരിക. കൃത്യമായിട്ട് പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും NPK ഫെർട്ടിലൈസേഴ്സും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.